ഹായ് മക്കൾസ്, ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ. നിങ്ങൾക്ക് സ്കൂൾ ആൻസർ ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചില ആൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചില ആൾക്ക് കുറച്ച് മാർക്ക് കുറവായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, പ്രശ്നമില്ല. പോട്ടെ. എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എക്സാം പഠിക്കണം. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഫാസിൽ സർ പണ്ടൊരു കുട്ടീനെ നോക്കിയിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. ആ കുട്ടീൻ്റെ കല്യാണം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞു. ഞാൻ സ്റ്റാറ്റസ് കിട്ടിയിരുന്നു, പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു, അത് പോയി, കഴിഞ്ഞു, പോണത് പോയി. ഇനി അടുത്തത് പിടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓണം എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അടുത്ത എക്സാം പിടിക്കണം. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പക്ഷേ നിങ്ങൾ ബയോളജിൻ്റെ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് മറന്നുപോയതാണ്. ബയോളജിൻ്റെ മാർക്ക് എന്താ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്രയൊക്കെ മാർക്ക് കിട്ടി, നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ സ്റ്റൈൽ മാറ്റണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മാർക്ക് കുറഞ്ഞവരാവട്ടെ കൂടിയവരാവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? കൂടിയവരെന്ത് ചെയ്യുക? അടുത്ത എക്സാമിന് എന്ത് ചെയ്യുക? അതിനേക്കാൾ മികച്ച രീതിയിൽ എന്ത് ചെയ്യുക? സ്കോർ ചെയ്യാൻ നോക്കാം. കുറഞ്ഞവരെന്ത് ചെയ്യുക? എന്തായാലും എന്ത് ചെയ്യണം? അടുത്ത എക്സാമിന് വീണ്ടും എന്ത് ചെയ്യണം? ഒന്നും കൂടി പെർഫോമൻസ് കൂട്ടാൻ ശ്രമിക്കണം. അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ ഇന്ന് പെർഫോം ചെയ്യണം, ഇന്നത്തേക്കാൾ മികച്ച രീതിയിൽ നാളെ പെർഫോം ചെയ്യണം എന്നും ഓരോ ദിവസവും കൂടുന്തോറും നമ്മളൊരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവണം. ഒരു 0.1% എങ്കിലും എന്ത് ചെയ്യണം? ഓരോ ദിവസം നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം. ഇന്നലത്തേക്കാൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ നാളെ എന്ത് ചെയ്യണം? എക്സ്ട്രാ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ? സക്സസ് ഉണ്ടാവുള്ളൂ. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യാം? വൃത്തിക്ക് പഠിക്കണം. ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യണം? ഉഷാറായിട്ട് പഠിക്കണം. ഓണം എക്സാമിന് പോട്ടെ. ഇനി എനിവേ ഓണം എക്സാമിന് നല്ല മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ എന്താണ് എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഓക്കെ. ബൈ ദ വൈ, നമ്മളെ ബയോളജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അന്ന് തന്നെ നോക്കിയിരുന്നു. പിന്നെ അന്ന് ഞാൻ എന്ത് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് പരീക്ഷയിനു. പിന്നെ അപ്പോൾ വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആരും കാണില്ല. കാരണം നിങ്ങളെല്ലാവരും ഒരു ഓണം വെക്കേഷൻ്റെ ഹാപ്പി മൈൻഡൊക്കെ പോകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാം? ഈ വീഡിയോക്ക് വളരെ ഒരു പ്രസക്തിയുണ്ട്. കാരണം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഞാനതിൽ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി. അതായത് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ പാറ്റേണും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഭയങ്കര ടഫ് ഒന്നും പറയാനില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ടഫ് ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ പണ്ട് എങ്ങനെയാണോ നമ്മളൊരു എക്സാമിനെ ഫേസ് ചെയ്തത്, ആ രീതിയിൽ ഫേസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വർഷത്തെ 10ാം ക്ലാസ്സിൻ്റെ ഓണ പരീക്ഷ ഉണ്ട്, അത് നല്ല രീതിയിൽ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം എന്ത് ചെയ്യും? നിങ്ങൾ 10ാം ക്ലാസ്സിലും പുസ്തകം മാറും. ഈ വർഷം നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഓൾറെഡി പുസ്തകം മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം നിങ്ങൾ പണി പാളാൻ ചാൻസ് ഉണ്ട്, ഈ വർഷവും പണി പാളാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പുതിയ പുസ്തകമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല. മാത്രമല്ല പിന്നെ എന്താണ്? പാറ്റേണും അതിൻ്റെ കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നമാണ്. ഈ വർഷവും പ്രശ്നം നേരിടണം, അടുത്ത വർഷം പ്രശ്നം നേരിടണം. അപ്പോൾ ആകെ പ്രശ്നം ഗുരുതരമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ പാറ്റേണിൽ വന്ന ചേഞ്ചുകൾ ജസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് മെൻഷൻ ചെയ്ത് തരാണ്. ആ ചേഞ്ചുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത എക്സാമിന് വീണ്ടും അത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നിങ്ങൾക്ക് തെറ്റാനോ അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ. അതായത് 21ാമത്തെ ചോദ്യം, നമ്മൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള 21ാമത്തെ ചോദ്യമാണ്. ഇത് ഭയങ്കര കോമഡി. അതായത് പൊതുവെ ബയോളജിയിൽ ഒരു ചിത്രം തരും, ആ ചിത്രം പകർത്തി വരക്കണതിന് ഒരു മാർക്ക് ഉണ്ടാവും. ഒരു കിഡ്നിൻ്റെ ചിത്രമോ ബ്ലഡ് വെസലിൻ്റെ ചിത്രമോ ഹാർട്ടിൻ്റെ ചിത്രമോ എന്തെങ്കിലുമൊക്കെ ഒരു മാങ്ങൻ്റെ ചിത്രം തരും. എന്നിട്ട് അത് പകർത്തി വരച്ചാൽ ഒരു മാർക്ക്, റീഡ്രോക്ക് ഒരു മാർക്ക്. പക്ഷേ ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ? ഈ വാക്കാ, നോ നീഡ് ടു ഡ്രോ ദ ഡയഗ്രാം വരക്കേണ്ട ആവശ്യമില്ല. അതായത് ഡയഗ്രാം വെറുതെ വരച്ച് കണ്ട്, അത് സ്കെച്ച് എടുത്ത് വരച്ച് കണ്ട് ഒരു മാർക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വെറുതെ തരൂല. അതന്നെയാണ് ഓല് പറഞ്ഞത്. പച്ചക്ക് പറയാം, നിങ്ങൾക്ക് വെറുതെ ഒരു മാർക്ക് തരില്ല. പഠിക്കണവർക്ക് മാർക്ക് കിട്ടിയാൽ മതി, അല്ലാത്തവർക്ക് വെറുതെ മാർക്ക് കിട്ടണ്ട എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു വാദം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വെറുതെ ഒരു മാർക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കോർ ചെയ്യാൻ കഴിയില്ല. കറക്റ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എയും ബിയും സിയും ഡിയും ഒക്കെ കറക്റ്റ് മെൻഷൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ? മാർക്കുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ വൃത്തിക്ക് വരച്ച് വെച്ചു ഒരു മാർക്കും ഇല്ല. പക്ഷേ പണ്ട് എന്ത് ചെയ്തിരുന്നു? അതിനൊരു മാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു ചേഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്ക് മാർക്ക് കുറയും. ഓക്കെ. ഇനി അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് അതിലേറെ വലിയ കോമഡി. അതായത് എന്താണ്? ABCD പൊതുവെ എന്താ ഉണ്ടാവുക? ഈ ABCD കറക്റ്റ് മെൻഷൻ ചെയ്യാനാണ് പറയുക. സ്വാഭാവികം ഒരു നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാനാണ് ചോദിക്കുക. പക്ഷേ ഇവിടെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ് A ആൻഡ് D. അതായത് എയും ഡിയും മാത്രം മെൻഷൻ ചെയ്താൽ മതി, ബിയും സിയും മെൻഷൻ ചെയ്യണ്ട. അപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ബിയും സിയും എന്താണെന്ന് അറിയണ്ടാവും, എയും ഡിയും അറിയണ്ടാവില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എയും ഡിയും എന്തായാലും മസ്റ്റായിട്ട് അറിയണം. അതായത് ചുരുക്കി പറഞ്ഞത് മൊത്തം അറിയണം എന്നാണ് അർത്ഥം. ഓക്കെ. 2ാമത്തെ ചോദ്യം, അത് അതിലേറെ വലിയ രസം. റേറ്റ് നെയിംസ് ഓഫ് ഗ്ലാൻഡ് ദാറ്റ് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് ജ്യൂസ് B ആൻഡ് C. അതായത് ബിയും സിയും ആ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ചോദിച്ചിട്ടുള്ളത്. ചില ആൾക്കാർക്ക് ബിയും സിയും അറിയണ്ടാവും,
ഒരു വേഗം എന്ത് ചെയ്യും ബിയും സിയും വേഗം എഴുതി വെക്കും. അതായത് എൻസൈംസ് ആർ ആബ്സെന്റ്, അതേതാണ് ബൈലാണ്, വേഗം ബൈലിൽ നിന്ന് എഴുതി വെക്കും, ഒരു മാർക്കും കിട്ടൂല. ചോദ്യം എന്താണ് എടാ ചോദ്യം ആ ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാന്നുള്ളതല്ല ചോദിച്ചിട്ടുള്ളത്, ബിയും സിയും ആരാന്നുള്ളതല്ല ചോദിച്ചിട്ടുള്ളത്. ബിയും സിയും എന്ന് പറയുന്ന ആ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൻ്റെ റൂട്ട് പോയൊരു പോക്ക് നോക്കണം. ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. വളഞ്ഞു മൂക്കുടിക്കുക എന്നൊക്കെ പറയില്ല, ഇതാ ഇങ്ങനെ വളഞ്ഞു മൂക്കുടിക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ. അതായത് ബിയും സിയും ഒരാൾക്ക് അറിയാം, ഒരു കാര്യമില്ല. ബിയും സിയും അറിയും വേണം, ആ ബിയും സിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെയും കിട്ടണം. അതാണ് ക്വസ്റ്റ്യൻ. ബിയും സിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആരാന്നുള്ളത് അറിയണം. അതിനാദ്യം എന്തറിയണം, ബിയും സിയും ആരാന്നുള്ളത് അറിയണം, എന്നിട്ട് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡും അറിയണം. അപ്പോൾ അവിടെയാണ് ടെസ്റ്റ്. പൊതുവെ ബിയും സിയും മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ഗ്ലാൻഡ് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്, വളഞ്ഞു മൂക്ക് പിടിക്കുന്നതുകൊണ്ട് എല്ലാതും അറിയണം. അതായത് നമ്മളൊരു പുകമറ സൃഷ്ടിക്കുക. ഇപ്പം ലൈക്ക് ഒരു സാധനം ഇങ്ങനെ വായിക്കുകയാണ്, ഇത് അങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. ഡീപ്പ് സ്റ്റഡി തന്നെ വേണം. വെറുതെ പുകമറ സൃഷ്ടിച്ച് എന്തെങ്കിലും ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് പക്കായിട്ട് പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതായത് ഇത് 9ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറല്ല, SSLCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷത്തെ ഓണപ്പരീക്ഷയ്ക്ക് SSLCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളെ കസിൻസോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ SSLCയിലെ. ഫൈൻഡ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഫോളോവിങ്. അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ കറക്റ്റ് വൺ എന്ത് ചെയ്യാൻ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ABCD. പൊതുവെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, പൊതുവെ കഴിഞ്ഞ വർഷം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ABCDയിൽ ഏതെങ്കിലും ഒന്നേക്കാരം ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ശരി ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും ആണ് ശരി എന്ന് വിചാരിക്കുക, അപ്പോൾ എയും ബിയും മാത്രം ടിക്ക് ഇട്ടാൽ മതി. അങ്ങനെയാണ് പൊതുവെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എ മാത്രമേ ശരി, അപ്പോൾ അത് മാത്രം ടിക്ക് ഇടാം. പക്ഷേ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കണം, ഇതിൻ്റെ ആൻസർ നോക്ക്. അതായത് ഈ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴെ. അതിൽ 1ാമത്തെ ഓപ്ഷൻ എ കറക്റ്റ്, 2ാമത്തെ AC കറക്റ്റ്, 3ാമത്തേത് AD കറക്റ്റ്, 4ാമത്തേത് ABCD കറക്റ്റ്. സത്യത്തിൽ ഏതാ കറക്റ്റ്? നമ്മൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അതായത് A കറക്റ്റ്, B ഇൻകറക്റ്റ്, A കറക്റ്റ്, C കറക്റ്റ്, A കറക്റ്റ്, D ഇൻകറക്റ്റ്, D ഇൻകറക്റ്റ്, B കറക്റ്റ്. അങ്ങനെ നമ്മളെ തന്നെ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു ഇൻകറക്റ്റ് ആക്കും. അതായത് ഇത് ചിലപ്പോൾ ഒരാൾക്ക് അറിയുണ്ടാവും, അതായത് ഇതിൻ്റെ ആൻസറൊക്കെ പക്കായിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഓപ്ഷനുകൾ വായിക്കുമ്പോൾ കൺഫ്യൂഷനാകും, ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനാകും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പഠിച്ചു എന്ന് കരുതിയിട്ട് നമുക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്ഷൻസ് ആ രീതിയിലാണ് വരിക, അതൊരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ എവിടെ ഉണ്ടാവാന്നറിയോ? ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അറിയോ? ഡിഗ്രി ലെവൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. PSCയിൽ കഴിഞ്ഞ വർഷം 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അതെന്താ സാധനം നിങ്ങൾക്ക് മേ ബി അറിയണ്ടാവില്ല. PSCയിലെ ഡിഗ്രി ലെവൽ പോസ്റ്റാണ്, ഒരു ഗ്ലാമർ പോസ്റ്റാണ്. PSCയിലെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാറ്റേണിലൊക്കെ വരല്. നോക്കട്ടെ, അതാ 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, 2 മാത്രം ശരി, 2ഉം 3ഉം ശരി. പിന്നെ അതേപോലെ തന്നെ ഇത് അതേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 3ഉം 4ഉം ശരി. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? PSC SSC പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ എവിടെ വന്നിട്ടുണ്ട്? നമ്മളെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതെന്താണ്, പണി പാളാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇതുവരെ എക്സാമിനെ ഫോക്കസ് ചെയ്തത് അതുപോലെ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിനേക്കാൾ മികച്ച രീതിയിൽ മാത്രം പെർഫോം ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയത് പക്കാവുന്ന അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഹായ്.